നമസ്കാരം, ഞാൻ ജീവൻകുമാർ വിശ്വകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏലിയൻ ബ്രെയിൻ മലയാളം. ശ്രീകൃഷ്ണൻ്റെ പടവും വെച്ച് മന്തി ഷോപ്സിലെ ആഡ് ചെയ്തതിനായിട്ട് രണ്ടാമതൊരു ഷോപ്പ് ഓണർ കൂടി അറസ്റ്റ് ആയിരിക്കുന്നു. പക്ഷേ ഈ രണ്ടാമത് പേഴ്സൺ മാത്രമാണോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ രണ്ടാമത് ഷോപ്പ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതൊരു നെറ്റ്വർക്ക് ബേസ്ഡ് ആണ് എന്നുള്ള കാര്യം തെളിയിക്കുന്ന രീതിക്ക് പല ഷോപ്സിൻ്റെയും ഇതുപോലെയുള്ള പോസ്റ്ററുകൾ കേരളം ഒട്ടാകെ പല സ്ഥലങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ഈ പ്രശ്നം വന്നതിന് ശേഷമാണ് ഈ പോസ്റ്ററുകളെല്ലാം ഓരോന്നായി പുറത്തു വരുന്നത്. അതിൽ ഇപ്പം ഞാൻ ശ്രദ്ധിച്ചവരെ തന്നെ ഏകദേശം 8ഓളം ഷോപ്പുകളിൽ ഇതുപോലത്തുള്ള പോസ്റ്ററുകൾ ഞാൻ കണ്ടിരുന്നു. അതിലിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് 2 പേര് മാത്രമാണ്. ഈ 2 പേർക്ക് 2 ഷോപ്പുകൾ മാത്രമാണ്, അല്ലെങ്കിൽ 2 ഷോപ്പുകളുടെ ഓണേഴ്സ് മാത്രമാണ്. ആ 2 ഷോപ്പുകളുടെ ഓണേഴ്സിന് മേലെ ചുമത്തിയിരിക്കുന്നത് BNS 192 എന്ന് പറയപ്പെടുന്ന 6 മാസം മുതൽ 1 വർഷം വരെ തടവ് ശിക്ഷ അല്ലെങ്കിൽ ഫൈന് കിട്ടാവുന്ന കലാപ ആഹ്വാനത്തിനുള്ള ചാർജുകളാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ അതൊരു ദുർബലമായ ഒരു സെക്ഷനാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം 1 വർഷം എന്നുള്ളത് ഇങ്ങനത്തുള്ള ജിഹാദികൾക്ക് ഒരു വലിയ കാര്യമൊന്നുമല്ല. ഒരു 4 പേര് പുള്ളിൽ പോയി 1 വർഷം ഇരിക്കുന്നതുകൊണ്ടൊന്നും ഇവർക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇവരുടെ എന്താ പറയുക, പടവീരന്മാർ ഇനിയും വരാനുള്ളതേ ഉള്ളൂ. അതായത് എന്താ പറയുക, ചത്തു കഴിഞ്ഞതിന് ശേഷം കിട്ടാനുള്ള ഹൂറികൾക്ക് വേണ്ടി ചാവാൻ വരെ തയ്യാറായിരിക്കുന്ന ഇവനെ പോലെയുള്ള മുണ്ണകൾക്ക് ഈ 1 വർഷം എന്നുള്ളത് ഒരു വലിയ കാര്യമൊന്നുമല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ കടുത്ത ശിക്ഷ കിട്ടാവുന്ന മതനിന്ദ എന്നുള്ള ഒരു സെക്ഷനായിട്ടുള്ള 299 BNSS 299 എന്തുകൊണ്ട് ഇവരുടെ പേരിൽ ചാർജ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇപ്പോഴും എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാ ഹിന്ദുക്കളും ഇതിനു വേണ്ടി സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഇതിനു വേണ്ടി സംസാരിക്കുന്ന എല്ലാ ഹിന്ദുക്കളും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് BNSS 299 ഇവരുടെ മേലിൽ ചാർത്തുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കണം. നമ്മൾ ചോദിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവർ ഇതുപോലെയുള്ള ലഘുകരമായിട്ടുള്ള ചാർജുകളിൽ ചാർജ് ചെയ്യപ്പെട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ അവർ വിടുന്നത്. ഈ 192 എന്ന് പറയുന്നത് ബെയിലബിൾ ഒഫൻസ് ആണ്. അവരെ അറസ്റ്റ് ചെയ്യുന്നു, പേരിന് വേണ്ടി അവരെ അറസ്റ്റ് ചെയ്യുന്നു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്നു, അവരവന്മാരുടെ വീട്ടിൽ പോകുന്നു, സന്തോഷമായി ജീവിക്കുന്നു. എന്തുകൊണ്ട് ഇവന്മാർക്ക് മാത്രം ഇത്രയും എന്താ പറയുക, ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതേ ഇപ്പോൾ ഒരു പ്രവാചക നിന്ദയോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ, എന്തിനിപ്പോൾ പ്രവാചകൻ പന്നിയിറച്ചി കഴിക്കുന്ന പോലെ എനിക്കും AI ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ഇൻഫാക്റ്റ് പ്രവാചകൻ്റെ മുഖം ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ ഏത് മുഖം ഇട്ടാലും അത് പ്രവാചകൻ്റെ ആണെന്ന് എനിക്ക് പറഞ്ഞ് പരത്താനും പറ്റും. അങ്ങനെയുള്ള മതനിന്ദകൾ എനിക്കും ചെയ്യാൻ കഴിയും, നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. കാരണം AI ടൂൾസ് എന്ന് പറയുന്നത് ഇന്ന് ഫ്രീ ആയി അവൈലബിൾ ആകുന്ന ഒന്നാണ്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇമേജ് ജനറേറ്റ് ചെയ്തു തരാൻ എല്ലാ AI ഇമേജ് ജനറേഷൻ ടൂൾസിനും കഴിയും. അപ്പോൾ എനിക്കും അത് ചെയ്യാൻ കഴിയും, ഫ്രീ ആയിട്ട് തന്നെ ടൂൾസ് കിട്ടാവുന്നതുകൊണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഇരുന്നിട്ടും തീവ്രമായിട്ട് RSSന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ പോലും അത് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം. കാരണം അത് നമ്മൾക്ക് ഭയമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അതൊന്നും നമ്മളുടെ നാട്ടിലെ നിയമങ്ങൾക്ക് ബാധകമായിട്ട് ഉപരിയായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ നിയമം പാലിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഒരു ഹിന്ദുവിൻ്റെ ഉള്ളിൽ ധർമ്മചിന്ത ഉള്ളത് കൊണ്ടാണ് അത് ചെയ്യാതിരിക്കുന്നത്. അതായത് നീ നായായതുകൊണ്ട് നീ കുരയ്ക്കുന്ന സമയത്ത് തിരിച്ച് ഞാനും കുരയ്ക്കണം എന്നുള്ള ഒരു പ്രവണത അത് നിന്നെയും നായാക്കുമെന്ന് ഹിന്ദുക്കൾക്ക് ബോധമുള്ളത് കൊണ്ട്, ധർമ്മചിന്ത ഉള്ളത് കൊണ്ടാണ് ഹിന്ദുക്കൾ അത് ചെയ്യാത്തത്. അല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റാത്തതല്ല. പക്ഷെ അങ്ങനെ ഞാൻ അതിലൊരു വാക്ക് പറഞ്ഞാൽ പോലും ചിലപ്പോൾ നാളെ എനിക്ക് കേസ് വരും. ഇതേ 299 ആയിരിക്കും എൻ്റെ മേലെയും അല്ലെങ്കിൽ മറ്റുള്ള ഹിന്ദുക്കളുടെ മേലെയും വരിക. ഒരു ഹിന്ദു ഇത് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിംസിനെതിരായിട്ട് ആരെങ്കിലും ഇതുപോലെ ഒരു മതനിന്ദ ചെയ്യുകയാണെങ്കിൽ 299 ആയിരിക്കും അവരുടെ മേൽ ചാർത്തി കൊടുക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത്രയും ബ്ലേറ്റൻ്റ് ആയിട്ട് ഹിന്ദുക്കളിൽ ഭൂരിഭാഗം ഹിന്ദുക്കളും ആരാധിക്കുന്നത്, ശിവനേക്കാളും കൂടുതൽ ഇന്ന് ഇന്ത്യയിൽ കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഒരു ദൈവമാണ് ശ്രീകൃഷ്ണൻ. എന്താ പറയുക, വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള, അതായത് ഒരു അവതാരത്തിൻ്റെ ബാല്യകാലം മുതൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അവസാന കാലഘട്ടം വരെയുള്ള ആ സ്റ്റേജുകളിലെ ഓരോ സ്റ്റേജിനെയും ഓരോ തലത്തിൽ വെച്ച് ആരാധിക്കുന്ന ഒരു ആരാധനാ മൂർത്തിയാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ദൈവം. അതായത് ശ്രീകൃഷ്ണനെ ഉണ്ണിക്കണ്ണനായിട്ടും അതേ ബാലനായിട്ടും ഒരു ടീനേജ് കൃഷ്ണനായിട്ടും, ടീനേജ് കാലത്ത് കൃഷ്ണൻ ചെയ്ത ചെറിയ ചെറിയ കുറുമ്പുകൾ പോലും എന്താ പറയുക ആരാധിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയുള്ളൊരു രാജ്യത്ത് ശ്രീകൃഷ്ണൻ ഇതുപോലെ ചെറ്റത്തരം ചെയ്യുന്നതായിട്ട്, അതായത് ഈ മാംസം കഴിക്കുന്നതായിട്ട്, ശ്രീകൃഷ്ണൻ മാംസം കഴിച്ചാൽ ചെറ്റത്തരമാണെന്ന് ചോദിക്കുന്ന ചില നാറികൾ കമൻറ്റിൽ വരികയാണെങ്കിൽ ഉത്തരം ഞാൻ അപ്പോൾ പറഞ്ഞുതരാം.
സോ അങ്ങനത്തെ ഈ പോസ്റ്റ് ഇറക്കുന്ന ഇവരുടെ പേരിൽ എന്തുകൊണ്ട് മതനിന്ദയെ നിങ്ങൾ എന്താ പറയുക വ്രണപ്പെടുത്തി എന്നുള്ള ഒരു കേസ് ചാർത്താത്തത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് പോലീസ് അത് ചെയ്യാതെ ലഘുവായിട്ടുള്ള ഈ ചാർജസ് എല്ലാം കൊടുത്ത് പോലീസ് അവരെ ബെയിലബിൾ ഒഫൻസ് മാത്രം ചാർത്തി അവരെ വെറുതെ വിടുന്നത് എന്തുകൊണ്ടാണ്? ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇതിൽ 1-2 കടകളിലെ ഓണേഴ്സ് മാത്രം അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇനി ഇഷ്യൂ ആകും എന്നുള്ള രീതിക്കുള്ളത് മാത്രം അറസ്റ്റ് ചെയ്യപ്പെടുന്നതും വിട്ടയക്കപ്പെടുന്നതും ബാക്കിയുള്ളവരെല്ലാം ഫ്രീ ആയിട്ട് ഇത് ഇനിയും തിരിയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഈ കാര്യത്തിൽ പോലീസിൻ്റെ പണി ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അല്ലാതെ പിന്നെ നമുക്ക് നന്നായിട്ട് അറിയാം, പൂരം കലക്കാൻ നടത്തിയ പോലീസിനെ കുറിച്ച് നമുക്കറിയാം. ഹിന്ദുക്കളുടെ പൂരങ്ങളിൽ മാത്രം പ്രശ്നം ഉണ്ടാക്കുന്ന പോലീസിനെ നമ്മൾ കണ്ടതാണ് ഈ കാലങ്ങളിൽ. ഹിന്ദുക്കളുടെ പൂരങ്ങളിൽ മാത്രം സമയപരിധി കൃത്യമായിട്ട് പാലിക്കുന്ന പോലീസുകാരെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മുസ്ലിംസിൻ്റെ ഈ ഇതേപോലെയുള്ള ഉറുസുകളിൽ കാതിൻ്റെ ഡയഫഗ്രാം അടിച്ചു പോകുന്ന രീതിക്കുള്ള DJ സൗണ്ട് ഞാൻ അനുഭവപ്പെട്ടിട്ടുള്ളതാണ് 2 മാസം മുന്നേ. ഞാനിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പോകുന്ന ഒരു സ്ഥലത്ത്, അത് എവിടെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും, പിന്നെ ആവശ്യമില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് അത് പറയാതിരിക്കുന്നത്. ഡയഫഗ്രാം അടിച്ചു പോകുന്ന സൗണ്ടിലായിരുന്നു അവന്മാർ വെച്ചിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന 2 പോലീസുകാരോട്, അതായത് റോഡിലാണ് ഈ സംഭവം നടക്കുന്നത്, വാഹനങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉറൂസ് നടക്കുന്ന കാരണം ട്രാഫിക് ജാമാണ്. ഈ ട്രാഫിക് ജാമിലാണ് ഡയഫഗ്രാം അടിച്ചു പോകുന്ന രീതിക്ക് അവന്മാർ സൗണ്ട് വെച്ചിരിക്കുന്നത്. 2 പോലീസുകാരോട് അവിടെയുള്ള യാത്രക്കാർ ഇങ്ങനെ കുറ്റം പറയുന്നു. ആ കൂട്ടത്തിലുള്ള മുസ്ലിംസ് തന്നെ കുറച്ച് കുറ്റം പറയുന്നു. ഇവർ മുകളിലുള്ള ആ DJയോട് ഒന്നും പറയാതെ അവിടെയുള്ള 2 പോലീസുകാരന്മാർ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് മാറിപ്പോയി, ഒരു 500 മീറ്റർ അപ്പുറത്തേക്ക് മാറിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്രയ്ക്കാണ് ഇവിടുത്തെ പോലീസിൻ്റെ നട്ടല് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. കാതിൻ്റെ ഡയഫഗ്രാം അടിച്ചു പോകുന്ന രീതിക്ക് സൗണ്ട് വെച്ചിട്ടും കേൾക്കാൻ നട്ടലില്ലാത്തവന്മാരാണ് പോലീസിലുള്ളത്. പക്ഷേ ഹിന്ദുക്കളുടെ പരിപാടി വരുന്ന സമയത്ത് കുറച്ച് സൗണ്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ, ഒരു അരമണിക്കൂർ കൂടുതൽ പാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാ രീതിക്കുള്ള ചൊറിച്ചിലും ഉണ്ടാവും. നമുക്ക് അത് പറ്റില്ല, ഇത് പറ്റില്ല, അതാണ് നിയമം. കാരണം ഹിന്ദുക്കളുടെ മേൽ കുതിര കയറി കഴിഞ്ഞാൽ അവരൊന്നും മിണ്ടാതെ പോകും. അവർ നിയമം പാലിച്ച് പൊയ്ക്കോളുമെന്ന് പോലീസുകാർക്കും അറിയാം. പിന്നെ പോലീസുകാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പറഞ്ഞാൽ കേൾക്കുന്ന ജനത എന്ന് പറയുന്നത് ഹിന്ദുക്കൾ മാത്രമാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻസാണ്. ക്രിസ്ത്യൻസിന് ഉറുസിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇവന്മാർ ഇതേ ചെയ്യുള്ളൂ. അങ്ങനെ ഇതാണെങ്കിൽ അത് ജാതീയമായ പ്രശ്നമായിട്ട് ഇവന്മാർ വേർതിരിച്ച് മൈനോറിറ്റി അട്രോസിറ്റിയാണ് എന്നുള്ള രീതിക്ക് ഇതിനെ കൊണ്ട് തിരിക്കും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പോലീസും അതിൽ ഇടപെടാത്തത്. പിന്നെ മുകളിൽ നിന്നുള്ള ഉത്തരവുകൾ ഉണ്ടാകും. തമ്പ്രാക്കന്മാർക്ക് പച്ചച്ചട്ടി കാണുന്ന സമയത്ത് നട്ടിൽ വരയ്ക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. എങ്കിൽ പോലും ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ഇതിൽ പോലീസ് ചെയ്യുന്നത് എന്നുള്ളത് ഇരട്ടത്താപ്പ് തന്നെയാണ്. ഇതേ ഹിന്ദുക്കളാണെങ്കിൽ ഈ പ്രശ്നമെല്ലാം ചെയ്ത് ഇപ്പോൾ BNS 299 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ ഒരു കേസിൽ അവർ മുക്കി ജന്മന പുറത്ത് വരാതെ രീതിക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇവർ തുലുക്കന്മാരായതുകൊണ്ട് തന്നെ BNSSൻ്റെ 192 എന്നുള്ള 6 മാസം മുതൽ 1 വർഷം വരെയുള്ള തടവിന് വിധിക്കാവുന്ന ബെയിലബിൾ ഒഫൻസ് ചാർത്തി അവരെ വിട്ടയച്ചിരിക്കുന്നത്. അതും ഇപ്പോൾ നന്നായി നോക്കിക്കോളൂ. 8ൽ കൂടുതൽ പോസ്റ്റേഴ്സ് ഇതുപോലെ വേറെ വേറെ കടകളുടെ വേറെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൻ്റെ പോസ്റ്ററുകൾ ഇതുവരെ 8ൽ കൂടുതൽ ഞാൻ തന്നെ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട്. അവർക്കെതിരെ ഒന്നും കേസില്ല. പക്ഷേ കൂടുതൽ പ്രശ്നമാകും, അല്ലെങ്കിൽ കൂടുതൽ വ്യാപിക്കുന്നുണ്ട്, അതിൽ മൂലം കൂടുതൽ പ്രശ്നമാകുമെന്ന് അറിയുന്ന 1-2 കടകളുടെ പേരിൽ മാത്രമേ ഇതുവരെയും കേസ് വന്നിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ ഇത് കാണുന്ന മാനവും നാണവും ഉളുപ്പുള്ള ഹിന്ദുക്കൾ എന്ത് ചെയ്യണം? ഇത് കുറച്ചുകൂടി നോയ്സ് കൂട്ടി നമ്മൾ ഈ കാര്യം പറയണം. അവരുടെ പേരിൽ 299 ചാർത്താനുള്ള രീതിക്ക് നമ്മൾ കൂടുതൽ ശബ്ദം ഉയർത്തണം. അത് മാത്രമല്ലാതെ ഈ 1-2 കടകൾ മാത്രമല്ല, ഈ തെണ്ടിത്തരം ചെയ്ത ഈ നെറ്റ്വർക്കിൽ നമുക്ക് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ വരുന്ന ഈ പോസ്റ്ററുകൾ ചെയ്ത എല്ലാവരുടെ പേരിലും കേസെടുക്കാനുള്ള ഒരു രീതിക്ക് ഇതിനെ കൊണ്ടുപോകേണ്ടത് നമ്മളുടെ കടമയാണ്. ഞാൻ നോക്കുന്നു, ഒരു പ്രശ്നം തുടങ്ങിയിട്ട് ഒരു 4-5 ദിവസമായി. ആദ്യത്തെ ഒരു തിളപ്പല്ലാതെ അതിനുശേഷം ഇത് എല്ലാം കത്തി അമർന്ന രീതിക്കാണ് ഹിന്ദു സംഘടനകളായിട്ട് വേറെ ആരായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾക്കും ആദ്യം നട്ടെല്ല് വേണം. ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം കാണുന്നത്ര അതിൽ എന്താ പറയുക, അതിനെ കൊണ്ടുപോകാനുള്ള ഊർജവും ഉണ്ടെങ്കിൽ മാത്രം അത് കയ്യിലെടുത്ത് പോക്കുക. അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ പൊളിറ്റിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർ ആവണം, അല്ലെങ്കിൽ നിങ്ങൾ 4 ആൾ സോഷ്യൽ മീഡിയയിൽ അറിയണം എന്നുള്ളതിന് വേണ്ടിയിട്ടോ, ഹിന്ദുക്കൾക്ക് വേണ്ടി എന്താ പറയുക വലിയ മഹാപുരുഷനാണ് എന്നുള്ള രീതിക്ക് ഇറങ്ങി പുറപ്പെടരുത്. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ആ കാര്യം കഴിയുന്നവരിക്കും സംസാരിക്കുക.
പ്രത്യേകിച്ച് ഹിന്ദു സംഘടനകളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതാണ്. VHP പോലെയുള്ള മുതിർന്ന സംഘടനകൾ ഇത് എന്താ പറയുക, ഇത് ചെയ്യുന്ന എല്ലാവരുടെ പേരിലും കേസെടുക്കുന്ന രീതിക്ക് ഒരു രാജ്യവ്യാപകമായിട്ട് തന്നെ ഇതിനൊരു പ്രതിഷേധമായിട്ട് നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അത് ചെയ്താലേ നമ്മളിനി എന്താ പറയുക മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. നുപുർ ശർമ്മയുടെ കാര്യത്തിൽ നോക്കൂ. നുപുർ ശർമ്മ പറഞ്ഞതിൻ്റെ പേരിൽ നുപുർ ശർമ്മയ്ക്കാണ് റേപ്പ് ത്രെട്ടും ഡെത്ത് ത്രെട്ടും എല്ലാം വന്നത്. അന്ന് കഴുത്തറുത്ത് വന്നത് ഇതേ തുലുക്കന്മാരാണ്. യാതൊരു ബന്ധവുമില്ലാതെ ഒരുത്തിന് കഴുത്തറുത്ത് വന്നത് ഈ തുലുക്കന്മാരാണ്. പക്ഷേ അന്ന് രാജ്യവ്യാപകമായിട്ട് ധർണയും ആർഭാടങ്ങളും ചെയ്ത ആരാണ്? ഇതേ തുലുക്കന്മാരാണ്. തന്തയില്ലായ്മ ചെയ്തതും അവന്മാരാണ്. പക്ഷേ തെരുവിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കി നുപുർ ശർമ്മ 5 വർഷത്തോളം പുറത്തു വരാതെ രീതിക്ക് ആക്കി വെച്ചത് ഇവരൊക്കെയാണ്. സോ അവർക്ക് തെറ്റ് ചെയ്യുന്ന അവർക്ക് ഇത്രത്തോളം ധൈര്യവും പുറത്തിറങ്ങി ആർഭാട്ടങ്ങളും എന്താ പറയുക പോരാട്ടങ്ങളെല്ലാം ചെയ്യാൻ ധൈര്യമുള്ള സ്ഥിതിക്ക് എന്തുകൊണ്ട് ഹിന്ദു സംഘടനകൾ അത്രത്തോളം ആർജവത്തോടെ ഒരു ഊർജ്ജത്തോടെ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. നട്ടിലില്ലായ്മയാണ് തോന്നുന്നു. സാധാരണ അത് എല്ലാ ഹിന്ദുക്കൾക്കും ബാധിച്ചിട്ടുള്ളതാണ്. ഈ ലക്ഷണത്തിലാണ് ബ്രാഹ്മണന്മാരെ കുറിച്ച് ചരിക്കുന്ന ഇതെല്ലാം കുറച്ച് കൂടുന്നത്. എനിക്കറിഞ്ഞ് എന്താ പറയുക ബ്രാഹ്മണന്മാർ ഈ കാര്യത്തിൽ സംസാരിക്കാതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് കാര്യത്തിലും ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഇടപെടാതെ ഇരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അത്രയും നട്ടിലുള്ളൂ എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഊർജ്ജത്തോടെ വന്ന് എന്താ ഈ പ്രശ്നത്തിനെ വലുതാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തയ്യാറാകുകയാണെങ്കിൽ, പിന്നാൽ നിൽക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ബ്രാഹ്മണന്മാരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി വരാം. സത്യമായിട്ടുള്ള ബ്രാഹ്മണന്മാരെല്ലാവരും വരും എന്നുള്ളത് ബ്രാഹ്മണന്മാർക്കും അറിയും, നിങ്ങൾക്കും അറിയും. പക്ഷെ നിങ്ങൾ നിൽക്കാത്തതാണ് എന്നുള്ളതാണ് പ്രശ്നം. ബ്രാഹ്മണന്മാർ മാത്രം നിന്ന് തനിച്ച് പോരാടി കഴിഞ്ഞാൽ ഇതൊരു ബ്രാഹ്മണിക്കൽ എന്താ പറയുക ഹെജിമണിയാണ് എന്നുള്ള രീതിക്ക് തന്നെ കൊണ്ടുചേർത്ത് ബ്രാഹ്മണന്മാരെ തരം താഴ്ത്താനുള്ള പണിയെ നടക്കുകയുള്ളൂ എന്നുള്ളതും ബ്രാഹ്മണന്മാർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഈ കാര്യങ്ങളൊന്നും അധികം ഇടപെടാത്തത്. ഇപ്പോൾ രാമൻ്റെ അമ്പലത്തിൻ്റെ കാര്യത്തിലായാലും ഇന്ത്യയിലുള്ള വേറെ എല്ലാ മുഗൾ ഡിസ്ട്രക്റ്റഡ് ആയിട്ടുള്ള അമ്പലങ്ങളുടെ കാര്യത്തിലായാലും ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയതും അതിനുവേണ്ടി വാളാദ്യം എടുത്തതും അല്ലെങ്കിൽ യുദ്ധം ആദ്യം ചെയ്തതും ബ്രാഹ്മണന്മാർ തന്നെയാണ്. ബ്രാഹ്മണന്മാരെ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ബ്രാഹ്മണൻ നോൺ ബ്രാഹ്മണൻ എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഹിന്ദുക്കളിൽ തന്നെ ഈ ഏകോപനമില്ലായ്മ, ബ്രാഹ്മണന്മാർ പറഞ്ഞു തരാൻ തയ്യാറായിരുന്നിട്ടും അത് കേൾക്കാൻ കൂട്ടാക്കാത്ത നോൺ ബ്രാഹ്മിൻസ് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന നോൺ ബ്രാഹ്മിൻസിന് ശരിയായിട്ട് ഗൈഡൻസ് കൊടുക്കാത്ത ബ്രാഹ്മിൻസും, ഇവർ രണ്ടുപേർ തമ്മിലുള്ള ഈ ഗ്യാപ്പാണ് നമ്മൾ ഹിന്ദുക്കളെ ഇവർ ഇത്രത്തോളം ചവിട്ടിത്താഴ്ത്താനുള്ള കാരണം. ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ നമ്മൾ തന്നെ മെനക്കെട്ട് ഇറങ്ങണം. ബ്രാഹ്മിൻസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള നോൺ ബ്രാഹ്മിൻസിനോട് ചേർന്നുകൊണ്ട് ഈ കാര്യങ്ങളെ ഏറ്റവും കൂടുതൽ രീതിയിൽ കൊണ്ടുചെന്നാൽ മാത്രമേ വിശ്വാസികളായിട്ടുള്ള നമ്മൾ ഹിന്ദുക്കൾക്ക് ഇതിനെ എതിർത്ത് പോരാടാൻ കഴിയുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക. സോ ഇക്കാര്യത്തിൽ പോലീസ് എന്ന് പറയുന്നത് ഇരട്ടത്താപ്പ് കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നം ചെയ്യുന്ന എല്ലാ കടകൾക്കെതിരെയും നമ്മൾ കേസ് കൊടുക്കാനുള്ള, അല്ലെങ്കിൽ അവരെ അഴിക്കുള്ളിലാക്കാനുള്ള രീതിക്ക് ഇതിനെ പ്രശ്നത്തിനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് എല്ലാ ഹിന്ദുക്കളോടും. ദെൻ ഈ പ്രശ്നത്തിൽ കേസ് ചാർജ് ചെയ്യുന്ന സമയത്ത് BNS 192 അല്ല, മറിച്ച് BNS 299 തന്നെ അവരുടെ പേരിൽ ചാർത്തണം എന്നുള്ള കാര്യം കൂടി എന്താ പറയുക ആഴത്തിൽ പറയണമെന്ന് കൂടി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് കാണുന്ന ഹിന്ദുക്കൾ പരമാവധി ഈ കാര്യം എല്ലാവരോടും പറയുക. എൻ്റെ വീഡിയോ തന്നെ ഷെയർ ചെയ്യണമെന്നില്ല, പക്ഷെ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളുടെ ആഴം മനസ്സിലാക്കി പോലീസ് ഇതിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് ഊരിപ്പോരാനുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് BNSS 299 തന്നെ ചാർജ് ചെയ്യണമെന്നുള്ള രീതിക്ക് ഈ കാര്യങ്ങൾ എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ജീവൻകുമാർ വിശ്വകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഏലിയൻ ബ്രെയിൻ മലയാളം.